ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ വളക്കാപ്പിന് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയത്, അതുപോലെ തന്നെ എത്ര കോസ്റ്റായി എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വീടിൻ്റെ ഹാളിലായിരുന്നു നമ്മൾ ഈ സ്റ്റേജൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഓൾറെഡി സ്റ്റേജ് ബാക്ക് ഡ്രോപ്പ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 1000 രൂപ മുതൽ 2000 രൂപ വരെ സ്റ്റാൻഡിന് വില വരുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റും ലെങ്ത്തും നോക്കി നമ്മൾ ഫോം ഷീറ്റ് വാങ്ങി. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഫോം ഷീറ്റ്. കേബിൾ ടൈ ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാൻഡിൽ ഫോം ഷീറ്റ് ടൈ ചെയ്ത് കൊടുത്തത്. എനിക്ക് ഏകദേശം 845 രൂപയാണ് ഈ ഫോം ഷീറ്റിനായിട്ട് ആയത്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. വളകളെല്ലാം സമ്മായിട്ട് കട്ടയാക്കിയതിന് ശേഷം ഈ ഫോം ഷീറ്റിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്തത്, മുട്ടുസൂചി വെച്ച്. ഞങ്ങളുടെ വീട്ടിലും പിന്നെ അയൽവക്കത്തൊക്കെ ഇത്രയധികം വാഴയില്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് ഈ മൊത്തം 50 വാഴലാണ് വേണ്ടി വന്നത്. പക്ഷെ ഞാൻ 60 വാഴകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 360 രൂപ ആയി. ഈ കാണുന്ന ചെയറും മാറ്റും ഞാൻ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. രണ്ടും കൂടി എനിക്കായത് 450 രൂപ. ഓൾറെഡി മാമൻ പൂക്കടയിൽ വർക്ക് ചെയ്യണ കാരണം ഏകദേശം പൂക്കളെല്ലാം നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിനാണ് കിട്ടിയത്. ഈ കാണുന്ന പൂവും പിന്നെ മുല്ലപ്പൂ അടക്കം എനിക്ക് ആകെ ആയത് 1550 രൂപയായി. ടീപ്പോയുടെ മേലെയായിട്ട് ഫ്രൂട്ട്സും കുപ്പിവളകളും ചന്ദനും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെ കൂടി വെച്ച് ലാസ്റ്റ് അത് എന്താ പറയുക എല്ലാം കൂടി ഫിനിഷാക്കി. വീടിൻ്റെ സിറ്റ് ഔട്ടിലായിട്ട് ഒരു ബേബി ജെൻഡർ ഗസ്സിംഗ് ബോർഡും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ തന്നെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. വാടാണ്ടിരിക്കാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ കുറച്ച് ടൈമും എഫർട്ടും ഇടാമെങ്കിൽ ഇതുപോലെ നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.